സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചിക്മങ്സ് പാരീസിൽ ഒരു സ്റ്റേജിൽ നല്ല കിടിലം പ്രോഗ്രാം അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആൽവിൻ്റെ കുസൃതിത്തരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡേവിന് നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട്. അവനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിലുള്ള നമ്മുടെ ഡേവിനെ കാണാനായിട്ട് നമ്മുടെ ചിക്മങ്സ് വരുന്നുണ്ട്. ഡേവ് ആണെന്നുണ്ടെങ്കിൽ മൊത്തം പഞ്ഞിക്കെട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു രക്ഷയില്ലാണ്ട്. അവിടെ ചെന്നത് നമ്മുടെ ചിക്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ഡേവിന് പിന്നെയും പണി വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇനി ഇവന്മാരുടെ കാര്യം നോക്കാൻ ആരാളെ? അങ്ങനെയാണ് നമ്മുടെ ഡേവിന്റെ ആന്റി ആയിട്ടുള്ള ജാക്കീനെ ഏൽപ്പിക്കുന്നത്. നോക്കാൻ മാത്രമല്ല കേട്ടാ, അവിടെയുള്ള വെസ്റ്റ് ഈസ്റ്റ് മാൻ ഹൈസ്കൂളിലേക്ക് ഇവന്മാർക്ക് ഒരു അഡ്മിഷനും കൂടി ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിപ്മങ്സ് ഡേവിന്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഒരു ജാക്കീനെ കാണാനായിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആൻറ്റിയുടെ കൂടെ ടോബി, അതായത് ആൻറ്റിയുടെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ടോബിയും കൂടെ ഉണ്ടായിരുന്നു. ടോബി ആണെന്നുണ്ടെങ്കിൽ ഏത് നേരം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ അമ്മൂമ്മ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റെയർ കേഴ്സിൻ്റെ അവിടെ നിന്ന് പുള്ളിക്കാരിയുടെ വീൽ ചെയർ പുറകോട്ട് പോയിട്ട് പുള്ളിക്കാരി താഴോട്ട് വീഴുക. ഉടനെ തന്നെ ആംബുലൻസ് വരുന്നു, പുള്ളിക്കാരിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഉള്ളത് ആരാ? ഈ ഒരു ടോബിയും നമ്മുടെ ചിപ്മങ്സും മാത്രം. അങ്ങനെ ചിപ്മങ്സിനെ ഏറ്റെടുത്തിട്ട് നമ്മുടെ ടോബി അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി വേറെ വഴിയൊന്നും ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ഡേവ് അറിയുന്നില്ല കേട്ടോ. ചിപ്മങ്സിനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. കാരണം ഡേവിൻ്റെ കസിനല്ലേ, ഡേവിനെ പോലെ തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഡേവ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും പെരുമാറുന്നൊക്കെയുള്ള പേടിയൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടോബി ആണെന്നുണ്ടെങ്കിൽ ഒരു പാവായിരുന്നു കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, ഇവന്മാരവിടെ ആ ഒരു അടുക്കള മൊത്തം തലകീഴായി മറിച്ചിടാനൊക്കെ നോക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചീസ് ബോളിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ആൽവിൻ പൊട്ടിച്ച് അവിടെ മൊത്തം കളയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ ടോബി ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ വഴക്കൊന്നും പറയുന്നില്ല. അവൻ ഗെയിം കളിക്കുന്നുണ്ട്. വലിയൊരു സൗണ്ട് കേട്ടപ്പോൾ ടോബി വന്ന് നോക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ചീസ് ബോൾ പൊട്ടിച്ചാണെന്ന് നമ്മുടെ ആൽവിൻ പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടോബി വീണ്ടും പോയിട്ട് ഗെയിം കളിക്കാൻ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ചിപ്മങ്സിന് ആകെ അത്ഭുതമായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഡേവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എപ്പോഴോ നല്ല രീതിയിൽ ഇവന്മാരെ ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ടോബി ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ ആ അടുക്കള മൊത്തം തലകീഴായി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു കോൾ വരുന്നുണ്ട്. ആ ഒരു കോൾ ഇവന്മാർ എടുക്കുന്നുണ്ട്. നമ്മുടെ ഡേവ് ആയിരുന്നിട്ട് ആ ഒരു കോളിലുണ്ടായിരുന്നത്. ഡേവ് നാളെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകണം, ആൻറ്റി എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ നൈസായിട്ട് വഴി തിരിച്ച് വിട്ട് ആ ഒരു സംഭാഷണമൊക്കെ. അതിനുശേഷം ഇവന്മാർ കിടന്നുറങ്ങുകയാണ്. അടുത്ത ദിവസം മുതൽ ഇവർക്ക് സ്കൂളിലൊക്കെ പോകാനുണ്ട്. രാത്രി ആയപ്പോൾ തന്നെ നമ്മുടെ തിയഡോറിന് നല്ല രീതിയിൽ പേടി വരുന്നുണ്ട്. അവൻ സാധാരണ ഡേവിന്റെ അടുത്ത് പോയിട്ടാണല്ലോ രാത്രിയാകുമ്പോൾ കിടക്കാറ്. നമ്മുടെ ടോബിയുടെ അടുത്ത് തിയേറ്റർ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് രാത്രി ആകുമ്പോൾ പേടിയാവുന്നുണ്ട്, ഞാൻ ഇവിടെ വന്ന് കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ടോബി ആണെന്നുണ്ടെങ്കിൽ മറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ തിയേറ്റർ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ ആയി നോക്കുമ്പോൾ നമ്മുടെ ടോബി നേരം വൈകിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ സ്കൂളിലോട്ട് പോകണ്ടേന്ന് പറഞ്ഞിട്ട് ഇവന്മാരെല്ലാം കെട്ടെടുത്തിട്ട് സ്കൂളിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ചിപ്മങ്സിനെ സംബന്ധിച്ച് സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അവരാദ്യമായിട്ടാണ് ഒരു സ്കൂളിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാതെ ഇവർ ചെറിയ ജീവികളല്ലേ ചിപ്മങ്സ്. അതുകൊണ്ട് തന്നെ നടക്കാനൊക്കെ നന്നേ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരുപാട് പിള്ളേർ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവന്മാർ കറക്റ്റായിട്ട് എത്തിപ്പെടുന്നത് അവിടെയുള്ള പ്രിൻസിപ്പളായിട്ടുള്ള റൂബിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ റൂബിനാണെന്നുണ്ടെങ്കിൽ ഇവരെ നല്ല രീതിയിൽ വെൽക്കം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവന്മാർ ക്ലാസ് റൂമിലൊക്കെ പോയി നോക്കിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇവന്മാരുടെ പുറകിലെ. കാരണം ഇവന്മാർ ഭയങ്കര സെലിബ്രിറ്റീസ് അല്ലേ. അത് കണ്ടിട്ട് കുറച്ച് ചെക്കന്മാർക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഇവന്മാർക്കെങ്കിലും പണി എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവന്മാർ നടക്കുന്നത്. പക്ഷേ നമ്മുടെ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഗേൾസിൻ്റെ ഇടയിൽ കിടന്നിട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവന്മാർ ഭയങ്കര സ്റ്റാർസ് ആണല്ലോ. ഇപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ സിനിമയിലത്തെ വില്ലനായിട്ടുള്ള ലാനെ കാണിക്കുന്നത്. അതായത് ജെറ്റ് റെക്കോർഡ്സിൻ്റെ ആ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ലാൻ ഇപ്പോൾ ഭയങ്കര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതായത് അവരുടെ തന്നെ പഴയ കമ്പനീൻ്റെ അടിയിൽ, ഒരു ബേസ്മെൻറ്റിൻ്റെ അടിയിൽ പഴയ അവശിഷ്ടങ്ങളൊക്കെ കഴിച്ചുകൊണ്ടാണ് അവൻ താമസിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവങ്ങനെ പുറത്തു നിൽക്കുമ്പോൾ നമ്മുടെ ചിപ്പെറ്റ്സിനെ കണ്ടുമുട്ടുകയാണ്. അതായത് നമ്മുടെ ചിപ്മങ്സിനെ പോലെയുള്ള ചിപ്പെറ്റ്സ്, ഗേൾസ് ആയിട്ടുള്ള ബ്രിട്നി, പിന്നെ അതുപോലെ തന്നെ ജെനറ്റ് ആൻഡ് എലനോറിനെ കണ്ടുമുട്ടുകയാണ്. ലാനിനെ കണ്ടപ്പോൾ തന്നെ ചിപ്പെറ്റ്സ് ആകെ എക്സൈറ്റഡ് ആയി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ചിപ്മങ്സ് ഇത്രയും ഫേമസ് ആവാൻ കാരണം ലാനാണെന്നാണ് ഇവരുടെ വിചാരം. അങ്ങനെ ഇവരെയും ഫേമസ് ആക്കും, ഇവർക്കും നല്ല രീതിയിൽ പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ലാനാണെന്നുണ്ടെങ്കിൽ ഇവരെ വശീകരിച്ചിട്ട് ഈ ഒരു റെക്കോർഡിങ്ങിൻ്റെ മുകളിലെ റൂഫിൽ കൊണ്ടുപോയിട്ട് ഇവരെ കൊണ്ട് പാട്ട് പാടിച്ചു നോക്കുമ്പോൾ അവനാകെ ഞെട്ടിപ്പോവാണ്. കാരണം ചിപ്മങ്സിനെ പോലെ തന്നെ ചിപ്പെറ്റ്സും നല്ല രീതിയിൽ സോങ്ങും ചെയ്യുന്നുണ്ട്, ഡാൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കരിയർ ഇനിയും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകാനായിട്ട് പറ്റും, പഴയ രീതിയിലാക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെടുത്ത് പറയുകയാണ്, ഞാൻ നിങ്ങളെ പെട്ടെന്ന് തന്നെ ഫേമസ് ആക്കാം, എന്നെ ചിപ്മങ്സ് ഒക്കെ ചതിച്ചു, അവർ വലിയ
സെലിബ്രിറ്റീസൊക്കെ ആയപ്പോൾ എന്നെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പറ്റ്സിനെ വശത്താക്കി വെക്കുകയാണ് ലാൻ ചെയ്യുന്നത്. ലാനിനെ കാണുന്നത് വരെ നമ്മുടെ ചിപ്പറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ചിപ്മങ്സിനെ ഭയങ്കര കാര്യമായിരുന്നു. ചിപ്മങ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കണം, അവരുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ 3 പേര് ഇരുന്നിരുന്നത്. പക്ഷേ ലാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ചിപ്മങ്സ് ഈ ഒരു ലാനിനെ ചതിച്ചിട്ടാണ് ഇത്രയും സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ആയി എന്നാണ് ചിപ്പറ്റ്സ് ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതേ സമയം സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിപ്മങ്സ് ഇങ്ങനെ ടേബിളിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ഗേൾസ് വന്നിട്ട് ഇവരുടെ ചുറ്റിലും കൂടിയേക്കാണ്. കാരണം ഇവർ ഭയങ്കര സ്റ്റാർസ് ആണല്ലോ. ഇതൊന്നും അവിടെയുള്ള ചെറിയ ചെക്കന്മാർക്ക് പിടിക്കുന്നില്ല. അങ്ങനെ ചെക്കന്മാരായിട്ട് ഒരു കശപിശയായിട്ട് നമ്മുടെ ചിപ്മങ്സും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കോളേജ് ചെക്കന്മാരും കൂടി നല്ല അടിപിടിയാവുകയാണ്. നമ്മുടെ ചിപ്മങ്സിനാണെങ്കിൽ ഇവന്മാർ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ക്ലോസറ്റിലൊക്കെ മുക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ അതും കണ്ട നമ്മുടെ ചിപ്മങ്സിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം കയറിയിട്ട് ഈ ചെക്കന്മാരെ നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നം പ്രിൻസിപ്പളിന്റെ റൂം വരെ എത്തിയേക്കാണ്. പ്രിൻസിപ്പളിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം പിടിച്ചിരിക്കുക. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് വേറൊരു കാര്യം കൂടി സംഭവിച്ചു. മറ്റൊന്നുമല്ല, ഡെൻവറിൽ വെച്ചിട്ട് ഒരു പരിപാടി, നമ്മുടെ ചിപ്മങ്സിന്റെ ഒരു പരിപാടി ഈ ഒരു പ്രിൻസിപ്പൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര ഫാനാണ് ഞാൻ നിങ്ങളുടെ, അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്, നിങ്ങളത് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ചിപ്മങ്സ് ചോദിക്കുന്നതിന് എന്താണെന്ന്. മറ്റൊന്നുമല്ല, സ്കൂളിലുള്ള ഒരു മ്യൂസിക് പ്രോഗ്രാം നടത്താനായിട്ട് നല്ല രീതിയിൽ ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ഒരു കോൺടെസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര ഡോളറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്തു തരികയാണെങ്കിൽ നമ്മുടെ സ്കൂളിന് വലിയൊരു പേരും ആവും, നമ്മുടെ സ്കൂളിൽ ആ ഒരു മ്യൂസിക് പ്രോഗ്രാം നല്ല രീതിയിൽ നടത്താനായിട്ട് പറ്റുകയും ചെയ്യും. നിങ്ങൾ ചെയ്യില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെന്താ, ഞങ്ങളുടെ ഇടം വല നോക്കാതെ അടിച്ച് കൈ തരും. അങ്ങനെ അന്ന് രാത്രി ആയപ്പോൾ നമ്മുടെ ലാൻ, അതായത് വില്ലനായിട്ടുള്ള ലാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിപ്പറ്റ്സിനെയും കൊണ്ടിട്ട് അവൻ്റെ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ ഒരു കമ്പനിയിൽ നുഴഞ്ഞു കയറിയിട്ട് അവിടുത്തെ സ്റ്റുഡിയോ റൂമിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറാനായിട്ട് നോക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് അതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ. ഒപ്പം നമ്മുടെ ചിപ്മങ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഹെയ്റ്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിപ്മങ്സ് അങ്ങ് വില്ലന്മാരാണ്, അവർ ഇങ്ങനെയുള്ള ഫേമസ് ആയപ്പോൾ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അവരെന്നെ ചതിച്ചാണ്, നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ ഒരു സ്റ്റുഡിയോ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് സെലിബ്രിറ്റി ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ചിപ്പറ്റ്സിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരിത് വെള്ളം തൊടാതെ കൊണ്ട് വിഴുങ്ങുകയാണ്. അതായത് നമ്മുടെ ലാനെ നല്ല രീതിയിൽ ഇവന്മാർ വിശ്വസിക്കുന്നുണ്ട്. ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചിപ്മങ്സിന് സ്കൂളിൽ പോകാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ടായി. കാരണം ഇവന്മാരെ ഈ ഒരു കോളേജിലെ പയ്യന്മാരെല്ലാം കൂടി വന്നിട്ട് ബുള്ളിയും പിന്നെ അതുപോലെ റാഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ടോബിയുടെ സ്കൂൾ കാലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ബാക്കിയുള്ളവർ വന്നിട്ട് നമ്മളെ ബുള്ളി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും റാഗ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ടോബി പറയുന്നുണ്ട്, എൻ്റെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു, എല്ലാം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടോബിയുടെ ഉള്ളിൽ വേറെ സംഭവമായിരുന്നു. കാരണം ടോബിയും ഇതേപോലെ ഒരുപാട് കോളേജിലുള്ള പിള്ളേർ അല്ലെങ്കിൽ സ്കൂളിലുള്ള പിള്ളേരൊക്കെ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. കാരണം എല്ലാവരും ബുള്ളി ചെയ്യാനായിട്ട് മാത്രമാണ് ടോബി അന്ന് സ്കൂളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ടോബിക്കാണെന്നുണ്ടെങ്കിൽ അന്നൊരു ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ ഒരു ക്രഷും കാര്യങ്ങളൊക്കെ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലാവുമ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. പക്ഷേ ചിപ്മങ്സിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ്റെയും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന്. അങ്ങനെ രാവിലെ ആയപ്പോൾ ടോബി എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ചിപ്മങ്സിനെ കാണാനില്ല. ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് കക്കൂസിൽ പോയിട്ട് ഫോൺ വിളിച്ചിട്ട് 112 വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടാവും, സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പേടിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ടോബി ഇവന്മാരെ സ്കൂളിലൊക്കെ കൊണ്ടുവന്നാക്കുന്നുണ്ട്. അന്നാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവെൽ സമയത്ത് ബാസ്കറ്റ് ബോളും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ ഒരു ബാസ്കറ്റ് ബോൾ എടുത്തിട്ട് ആൽവിൻ്റെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ നല്ല ശക്തിയിൽ എറിഞ്ഞിട്ടും നല്ല രീതിയിൽ അങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ആൽവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ആൽവിന് ആ ബാസ്കറ്റ് ബോളും കാര്യങ്ങളൊക്കെ തടുത്ത് നിർത്താനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇവനെ ടീമിലേക്ക് ക്ഷണിച്ചാലോ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പയ്യന് മാത്രം ഇത് അത്ര ഒരു നല്ല കാര്യമായിട്ട് അല്ലെങ്കിൽ അവൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു കാര്യം. പക്ഷേ ഒപ്പം നിൽക്കുന്ന പയ്യന്മാരൊക്കെ ഭയങ്കര ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ആൽവിൻ ആ ഒരു പന്ത് പിടിച്ചല്ലോ. ആൽവിനെ ടീമിലെടുത്ത കാര്യം തിയോഡറിൻ്റെ അടുത്തും സൈമണിൻ്റെ അടുത്തും വന്നിട്ട് നല്ല രീതിയിൽ വാചാലനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം, എടാ എന്നെ ടീമിലെടുത്തടാ, ഈ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ ചില്ലറ ടീമൊന്നുമല്ല, കിടിലൻ ടീമാണ്, കാണികളൊക്കെ ഞാൻ ഓരോ ഗോൾ അടിക്കുമ്പോൾ കിടന്ന് ഇങ്ങനെ തുള്ളിച്ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ കാണികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സൈമണും തിയോഡറിനും ഇതത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം അവന്മാരിൽ നിന്ന്, അതായത് സൈമണിൽ നിന്നും തിയോഡറിൽ നിന്നും ഇവൻ അകന്നു പോകുന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ തിയോഡറിനും സൈമണും ഉണ്ട്. പക്ഷെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടീം അംഗങ്ങളുടെ ഒപ്പം, അതായത് കോളേജിലുള്ള ചെക്കന്മാരുടെ ഒപ്പം ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് വേണ്ടി പ്രത്യേക ഡംബൽ വരെ ഉണ്ട്. ഇതേ സമയം നമ്മുടെ ലാൻ, അതായത് ആ വില്ലൻ ഉണ്ടല്ലോ, മുട്ടത്തലൻ വില്ലൻ,
അവനാണെന്നുണ്ടെങ്കിൽ ഒരു പത്രവാർത്ത കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ആര്? നമ്മുടെ ചിപ്മങ്സ് ഈ ഒരു സ്കൂളിലെ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതേ സമയം കോളേജിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയെന്ന മട്ടാണ്. കാരണം ആൽവിൻ ഏത് നേരം ഫുട്ബോൾ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈമൺ അങ്ങനെ ആൽവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എടാ നമുക്ക് അന്നൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അപ്പോൾ അത് മറക്കണ്ട, നീ രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ എടുത്തിരിക്കുന്ന ആ പയ്യൻ അത്ര സഹിച്ചില്ല. അവൻ ആ ഒരു ആപ്പിൾ എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ എറിഞ്ഞെങ്കിൽ അത് വീണിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സൈമൺ ആ ഒരു ആപ്പിൾ എടുത്തിട്ട് കറക്റ്റായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അവന്മാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇവന്മാർ 3 പേര് മാത്രമായിരിക്കുമ്പോൾ നമ്മുടെ സൈമൺ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നിനക്ക് ഈ ഫുട്ബോൾ ടീമിൽ കറക്റ്റായിട്ട് ചേരണമെന്നൊക്കെ. പക്ഷേ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. നമ്മുടെ ചിപ്പെറ്റ്സ് ഇവരുടെ കോളേജിലേക്ക് വന്നിട്ടുണ്ട്. ചിപ്പെറ്റ്സിനെ കണ്ടിട്ടുള്ള ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ കിളി പോയിരിക്കുകയാണ്. അതായത് ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ക്രഷ് അടിച്ചിട്ട് ഇതേ പ്രാക്ടീസ് ചെയ്യുമ്പോഴടക്കം പറയുന്നുണ്ട്, അവള് 3 പേരും ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ സാറേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതുണ്ട്. അപ്പോൾ അവിടേക്ക് പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞ ഒരു ബ്രേക്ക് എടുക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ടോബി അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. ടോബി വന്നപ്പോൾ ടോബിയുടെ പഴയ ക്രഷിനെ അവിടെ വെച്ചിട്ട് കാണുന്നുണ്ട്. ടോബിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് പോയി അവിടെ ഉണ്ടായിരുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റുമൊക്കെ അവൻ പോയിട്ട് കൈ വെച്ചിട്ട് അതൊക്കെ പൊട്ടി പാളീസാവുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. സംഭവം നമ്മുടെ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ക്രഷ് അടിച്ച് നിൽക്കുകയാണ്. അതായത് ചിപ്പെറ്റ്സിനെ കണ്ടിട്ട്. ടോബി ആണെന്നുണ്ടെങ്കിൽ അവനെ ഈ സ്കൂളിൽ വന്നിട്ട് അവൻ്റെ പഴയ ക്രഷിനെ കണ്ടിട്ട് ആകെ ക്രഷായിട്ട് ആകെ മയങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വില്ലനായിട്ടുള്ള ലാൻ അങ്ങോട്ടേക്ക് ഈ ഒരു ചിപ്പെറ്റ്സിനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. മറ്റൊന്നിനുമല്ല, ഈ ഒരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ചിപ്പെറ്റ്സിൻ്റെ സോങ് കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി ഇവരുടെ പ്രോഗ്രാം ബുക്ക് ചെയ്തതാണ്, ഇനി വേറെ ആരെയും കേട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ട് ലാൻ അവിടെ തന്നെ നമ്മുടെ ചിപ്പെറ്റ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ടും ഡാൻസും പാടാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. ഈ ഒരു ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ തന്നെ നമ്മുടെ ചിപ്പെറ്റ്സ് നല്ല കിഡിലനായിട്ട് പാട്ടും ഡാൻസും തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് ചിപ്മങ്സിന് ആകെ ക്രഷ് അടിച്ച് അവർ ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോടാ സൈമണേ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രിൻസിപ്പളിലും നല്ല രീതിയിലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് പ്രിൻസിപ്പൾ അംഗീകരിക്കുന്നില്ല. കാരണം ഇത് ഓൾറെഡി നമ്മുടെ ചിപ്മങ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലാൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്കൂളിലുള്ള കുട്ടികൾക്ക് വരെ ഈ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എല്ലാവരും അറിഞ്ഞു, സ്കൂളിലുള്ള എല്ലാവരും ഈ പാട്ടും കാര്യങ്ങളൊക്കെ സ്പീക്കറിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലാൻ അവിടെ ഒരു വിപ്ലവം പോലെ ആക്കുകയാണ്. കാരണം ഇവർക്കൊരു നീതി കിട്ടണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് വോട്ടിലൂടെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ട് വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ 2 പേരും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. മറ്റൊന്നുമല്ല, 2 മത്സരാർത്ഥികൾ ഉണ്ടായിക്കോട്ടെ, അതിൽ ആരാ വിജയിക്കണേ അവർ മെയിൻ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചേർന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സൈമണും ആൽവിനും തമ്മിൽ തല്ലാവുന്നുണ്ട്. കാരണം അന്നത്തെ ദിവസം ഇവന് ഫുട്ബോൾ ടീമിൽ പോകണം. അങ്ങനെ ഇവർ 2 പേര് തല്ലുവിടുമ്പോൾ നമ്മുടെ തിയോഡറിനാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമമായിട്ട് തിയോഡർ ടോബിയുടെ അടുത്ത് പോയി കിടക്കുന്നുണ്ട്. ടോബിയുടെ പുതപ്പിൻ്റെ ഇടയിൽ പോയി കിടന്നിരുന്ന നമ്മുടെ തിയോഡറിന് നല്ലൊരു പണി കിട്ടി. മറ്റൊന്നുമല്ല, ടോബി ഒരു വളി വിട്ടപ്പോഴത്തേക്കും നമ്മുടെ തിയോഡറിന് ശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പാവം പുതപ്പിൻ്റെ ഇടയിൽ നിന്ന് പെട്ടിട്ട് ഓടി രക്ഷപ്പെട്ടിട്ട് അവിടെ ഒരു ചവിട്ടി ഉണ്ടായിരുന്നു. ആ ഒരു ചവിട്ടിയിൽ പോയിട്ടാണ് അവ അന്ന് കിടന്നുറങ്ങുന്നത്. അടുത്ത ദിവസം ആൽവിനാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിയുടെ അടുത്ത് പോയിട്ട്, അതായത് ഗേൾ ചിപ്പെറ്റിൻ്റെ അടുത്ത് പോയിട്ട് ലാൻ ദുഷ്ടനാണെന്നും ലാൻ ഞങ്ങളെ പണ്ട് കേജിലൊക്കെ അടച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ബ്രിട്ടനി എന്ത് ചെയ്താൽ വിശ്വസിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഈ ഒരു ഭക്ഷണം കാര്യങ്ങളൊക്കെ ട്രയലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബ്രിട്ടനി ആണെങ്കിൽ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവളെ കളിയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആൽവിൻ കാരണമാണല്ലോ ഇതൊക്കെ വിചാരിച്ചിട്ട് അവളാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഈ ഒരു ചിപ്മങ്സിനെ എങ്ങനെയെങ്കിലും ഫെയിലിയർ ചെയ്യണം, അല്ലെങ്കിൽ അവന്മാരെ തോപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി എടുത്തിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനി നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് മനസ്സിലായി. അതായത് സോങ് ഡാൻസും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ലാൻ ആണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവളെ മാത്രം ഫ്രണ്ടിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള 2 പേരെ, അതായത് ബാക്കിയുള്ള 2 ചിപ്പെറ്റ്സ് ഉണ്ടല്ലോ, ജീനറ്റും പിന്നെ പോലെ തന്നെ എലിനറും, അവർ 2 പേരെയും പുറകിൽ നിർത്തിയിട്ട് നിങ്ങൾ പുറകിൽ നിന്നാൽ മതി, ബ്രിട്ടനി മാത്രം ഫ്രണ്ടിൽ നിന്നാൽ മതി പറഞ്ഞിട്ട് അവരൊന്ന് 2 പേരെയും തഴഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം ടോബിയുടെ അടുത്ത് നമ്മുടെ ഡേവ് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഡേവ് ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്ത് ചെയ്യുന്നു? ആൻറ്റി ചെറുതായിട്ടൊന്ന് വീണിട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവന്മാരെന്തെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചിപ്മങ്സ്. ചിപ്മങ്സിനെ പറ്റിയിട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല, അവന്മാർ ഇവിടെ തന്നെയുണ്ട്, അവന്മാർ നല്ല കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട്, മറ്റൊന്നുമല്ല അവിടെ TV വരെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. അതേ സമയം നമ്മുടെ സൈമണിൻ്റെ അടുത്ത് കോളേജിലുള്ള ഒരുത്തം വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരു ലീഡർ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് ഈ വേസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ കളയുമ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാനുള്ള ഒരു ലീഡർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈമൺ ആ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. സൈമൺ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വേസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ കളയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു പയ്യന്മാരുണ്ടല്ലോ ഇവന്മാരെ ഇഷ്ടപ്പെല്ലാത്ത അവരൊരു വേസ്റ്റിൻ്റെ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വേസ്റ്റ് കളഞ്ഞ് മര്യാദയ്ക്ക് കളഞ്ഞില്ല, അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനൊക്കെ കീറി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവന്മാർ ഒപ്പിച്ചൊരു പണിയായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനെ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. നമ്മുടെ
ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ ഇവരെ കൂട്ടത്തിൽ ഉണ്ടായിട്ട് പോലും സൈമണെ ആരും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ സൈമണും ചെറുതായിട്ട് നല്ല രീതിയിൽ വിഷമം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ കൂടെ തന്നെ നിൽക്കുക. പോരാത്തതിന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈമൺ എടുത്തിട്ട് എറിയുന്നുണ്ട് ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക്. ഇതും കൂടി ആയപ്പോൾ ആൽവിന് നല്ല രീതിയിൽ വിഷമം വരുന്നുണ്ട്. കാരണം ആൽവിനൊന്നും പറയാനും വയ്യ, അവൻ ഫുട്ബോൾ ടീമിലുള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൈമണിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. സൈമണ് പിന്നെ പറയണോ, സൈമൺ ഒടുക്കത്തെ കലി കയറിയിട്ട് ആൽവിനും സൈമണും കൂടി ഒടുക്കത്തെ ഫൈറ്റ്. അപ്പോഴാണ് നമ്മുടെ തിയോഡോർ വരുന്നത്. തിയോഡോർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ പ്രശ്നം, നിങ്ങൾ എന്തിനു തല്ലൂടെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവന്മാർ വീണ്ടും സ്റ്റണ്ട് കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ തിയോഡോറിന് ഇതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ വിഷമമായിട്ടുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസൊക്കെ നടക്കുന്ന ആ റൂമിൽ ബൈക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പിന്നെ നമ്മുടെ ഈ ഒരു ചിപ്പെറ്റ്സിലുള്ള ആ ഒരു ഗേൾ, തിയോഡോറിൻ്റെ പെയറായിട്ടുള്ള ആ ഒരു ഗേളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിയോഡോറിൻ്റെ അടുത്തേക്ക് പോവാണ്. അവളിട്ടിരിക്കുന്ന ആ ഒരു ചെരുപ്പ് കൊണ്ട് തന്നെ അവൾക്ക് മര്യാദയ്ക്ക് നടക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം എന്നെ കാണാൻ കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ തിയോഡോർ പറയുന്നുണ്ട് നിന്നെ കാണാൻ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് സുഖിപ്പിച്ച് വിടുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ തിയോഡോറിന് നല്ല രീതിയിൽ ക്രഷ് ഉള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞു തന്നെ. നമ്മുടെ ടോബിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെണ്ണൊരു കോൾ ചെയ്യുന്നുണ്ട്, ഇന്ന് വൈകിട്ട് എന്തായാലും തിയോഡോറിൻ്റെ ഈ ഒരു വിഷമം കാര്യങ്ങളൊക്കെ മാറ്റണം, അപ്പോൾ ടോബിയും കൂടി വരണം, നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ടോബിയുടെ മനസ്സിലും ലഡ് പൊട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം വന്നത്തേക്കാണ് ആൽവിനും കൂടി പങ്കെടുക്കുന്ന ആ ഒരു മത്സരം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ പവറായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആൽവിൻ്റെ കിഡിലം പെർഫോമൻസ് കാരണം അവൻ്റെ ടീം തന്നെ ജയിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ആൽവിനെയും പൊക്കി പിടിച്ചിട്ടാണ് എല്ലാ പിള്ളേരും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആൽവിൻ കാരണമാണ് ഈ ഒരു മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത്. ഇതേ സമയം അവിടെ കോണ്ടസ്റ്റ്, അതായത് ആ ഒരു മ്യൂസിക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചിപ്പെറ്റ്സും ചിക്മങ്സും തമ്മിലുള്ള ആ ഒരു മത്സരത്തിന് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ തിയോഡോറും സൈമണാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ആൽവിൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ചിപ്മങ്സിനെ ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റില്ലെന്നൊക്കെ ഏകദേശം ലാൻഡ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ ചിപ്പെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലം പെർഫോമൻസ് അങ്ങോട്ട് കാഴ്ചവെക്കുകയാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുമുണ്ട്. കാരണം അമ്മാതിരി മനോഹരമായിട്ട്, പ്രത്യേകിച്ച് ബ്രിട്നി ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്നിട്ട് നല്ല കിഡിലം ഡാൻസും പാട്ടൊക്കെ പാടിയിട്ട് കാണികളെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ലാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫി വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഇങ്ങനെയുള്ള ഒരു പെർഫോമൻസ്, കിഡിലം പെർഫോമൻസ് കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സ്വയം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തുള്ളി ചാടിയിട്ട് സ്റ്റേജിൻ്റെ പുറകിലോട്ട് വന്നിട്ട് ഇവന്മാരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, സൈമണേയും തിയോഡോറിനെയും. കാരണം ആൽവിൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ, അവർക്ക് ഈ ഒരു പരിപാടി ഇനി അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഈ ഒരു മത്സരം അവസാനിച്ചെന്ന് നമ്മുടെ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. പ്രിൻസിപ്പൾ അത് പറഞ്ഞതിന് ശേഷം നമ്മുടെ ചിപ്മങ്സിനെ ഈ ഒരു സ്റ്റേജിലോട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ തിയോഡറും സൈമണാണ് അവിടെ ഉള്ളൂ. കാരണം ആൽവിൻ ഇതുവരെ വന്നിട്ടില്ല, ആ ഒരു മാച്ചും കാര്യം കഴിഞ്ഞിട്ട് അവൻ വന്നിട്ടില്ല. ടോബി ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു, അവനെ എവിടെയും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സ്റ്റേജിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൈമണും തിയോഡറും ആണെന്നുണ്ടെങ്കിൽ കാണികളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടെ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൽവിൻ ഇന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് ഇതുവരെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇതിനെ അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾ റെഡിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. വളരെ നാണക്കേട് കൊണ്ട് അവർ തല കുനിച്ചാണ് നടക്കുന്നത്. പ്രിൻസിപ്പളിനും ഈ ഒരു കാര്യം ഓർത്തിട്ട് നല്ല രീതിയിൽ സങ്കടമാവുന്നുണ്ട്. ചിപ്പെറ്റ്സും ഇവർക്ക് ഇത് എന്ത് പറ്റിയെന്നൊക്കെയുള്ള വിചാരത്തിലിരിക്കുകയാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആൽവിൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. പാവ ആൽവിൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആൽവിൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടനി ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ബ്രിട്ടനി ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനെങ്ങനെ ലേറ്റ് ആയിട്ട് വന്നേ, നിനക്ക് അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഒന്നും കൂടി തളർത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൽവിൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സൈമൺ ആണെന്നുണ്ടെങ്കിൽ ഉറക്കം നടിച്ചിങ്ങനെ കിടക്കുകയാണ്. ആൽവിൻ വിളിക്കുന്നൊന്നും കേൾക്കുന്നില്ല. തിയോഡോർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അങ്ങനെ ആൽവിൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആൽവിൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു പോസ്റ്റർ കാണുന്നുണ്ട്. അതായത് ഒരു കുറിപ്പെഴുത്ത്, മറ്റൊന്നുമല്ല, തിയോഡോർ ഇനി ജീവിതം എടുത്തു, ഞാൻ സൂവിലേക്ക് പോവുകയാണ്, ഒരു പ്രത്യേകതരം ഒരു ആനിമൽ ഉണ്ട്, അതിൻ്റെ കൂടെ ഞാൻ ജീവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പോയി ഞാൻ ജീവിക്കാൻ പോകാറുണ്ട്. ഒരു കൂട്ടിനുള്ളിൽ തലയിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു കൂട്ടിൽ പോയിട്ട് അവൻ ഉദ്ദേശിച്ച ആ ഒരു മീർക്കാറ്റ് എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ട്, ആ ഒരു ജീവിയല്ല അവിടെ ഉണ്ടായിരുന്നത്. പകരം അവൻ ഏറ്റവും കൂടുതൽ പേടിയുള്ള പരുന്ത്, ഈഗിളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതും കൂടി കണ്ടപ്പോൾ അവന് ആകെ പേടിയായി. അപ്പോഴേക്കും ടോബിയും ആൽവിനും പിന്നെ അതുപോലെ തന്നെ സൈമണും അങ്ങോട്ടേക്ക്
അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് കേട്ടോ. ആ ഒരു ഈഗിൾ ആണെന്നുണ്ടെങ്കിൽ തിയോഡോറിനെ ഉപദ്രവിക്കാനായിട്ട് വന്നേക്കാണ്. പറന്ന് വന്നിട്ട് തിയോഡോറിന്റെ ഫ്രണ്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ രക്ഷകനായിട്ട് ആ ഒരു കമ്പിക്കടിയിലൂടെ വന്നിട്ട് ഈ ഒരു പരുന്തിനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഞാനാണ് സെൽഫിഷ്, ഞാനാണ് ഇങ്ങനെയുള്ള ഇതിനെല്ലാം കാരണം, എന്നെ വന്ന് ഭക്ഷണമാക്കിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തിയോഡോറിന് ആൽവിന് ഇത്രത്തോളം സ്നേഹം നമ്മളുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ ഒരു വിധം അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഇവർ പുറത്തെത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് മിണ്ടാൻ നോക്കുമ്പോൾ ആദ്യമൊക്കെ ഇവന്മാർ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈമൺ അങ്ങനെ കടുകട്ടിയായിട്ട് നിൽക്കുക കേട്ടോ, ഭയങ്കര ഗൗരവക്കാരനായിട്ട്. അപ്പോൾ ആൽവിൻ പറയുന്നുണ്ട്, നീ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് മിണ്ടിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഒരു ഫ്രഞ്ച് കിസ് ഉണ്ട് നിന്നെ ചെയ്യുന്നു പറയുമ്പോൾ അങ്ങനെ ഒരു ഹഗ്ഗിലൂടെ അവരെല്ലാവരും കൂടി ഒന്നിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ചിപ്മങ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പരിപാടിയിൽ ഇങ്ങനെ അവതരിപ്പിക്കാനായിട്ട് ഓരോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാൻ ആണെന്നുണ്ടെങ്കിൽ തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ ഒരു സ്കൂളിലുള്ള ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, നല്ല പൈസ കിട്ടുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആ ഒരു പ്രോഗ്രാമിന് അവർക്ക് വാക്ക് കൊടുത്താണ്, അവർക്ക് ആ ഒരു മ്യൂസിക് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ പങ്കെടുപ്പിക്കാനായിട്ട് അവർ ക്യാഷ് കിട്ടണമല്ലേ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ലാൻ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ്. അതേസമയം ഒരുപാട് സ്കൂളുകൾ തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ടോബി ആണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ടോബിയുടെ ഫോണിലോട്ട്, വീട്ടിലേക്കുള്ള ആ ഒരു ഫോണിലോട്ട് ആൽവിൻ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ബ്രിട്നി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ലാൻ അറിയാണ്ട് ഫോൺ ചെയ്തേക്കാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞ് ശരിയായിരുന്നു, ലാൻ്റെ തനി സ്വരൂപം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങളെല്ലാവരെയും കേജിൽ അടച്ചു വെച്ചേക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോബി അപ്പം തന്നെ പറയുന്നുണ്ട്, നീ എങ്ങോട്ടും പോകരുത്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടോയ് ഷോപ്പിൽ നിന്ന് ഒരു വലിയ ബൈക്ക്, അതായത് അവനെടുത്തൊരു വലിയ ബൈക്കാണ്, അവൻ ആ ബൈക്ക് എടുത്തുകൊണ്ട് ഒരു പറന്നിട്ട് നമ്മുടെ ഇവരെ ചിപ്പെറ്റ്സിനെ രക്ഷിക്കാനായിട്ട് പോവുകയാണ്. ഇതേ സമയം ചിപ്പെറ്റ്സിനെയും കൊണ്ടിട്ട് നമ്മുടെ ലാന് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബൈക്കിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്കൂളിൽ നിന്നും വന്നിട്ടുള്ള പ്രതിനിധീകരിച്ചിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ഓരോരോ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാറിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ ലാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷാമ്പയിനൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന തക്കം നോക്കിയിട്ട് നമ്മുടെ ചിപ്പെറ്റ്സ് ആ ഒരു കൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിൻ്റെ വെളിയിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ ബൈക്കേറ്റ് വരുന്നുണ്ട്. അവരെല്ലാവരും 3 പേരും കൂടി ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആൽവിൻ്റെ ആ ബൈക്കിലോട്ട് ചാടി രക്ഷപ്പെടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാന് നല്ല ദേഷ്യം വരുന്നു. ഇവിടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ടോബി വന്ന് നോക്കുമ്പോൾ ആൽവിനെ കാണാനില്ല. അപ്പോൾ ആൽവിനാണ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആൽവിൻ അവരെ രക്ഷിക്കാൻ വേണ്ടി പോയേക്കാണെന്നാണ് ടോബിയുടെ അടുത്ത് യുവമാർ പറയുന്നത്. യുവമാരെ ചേസ് ചെയ്ത് പോയിട്ടുള്ള ലാൻ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാർ ഒരു സ്ഥലത്ത് ഇടിച്ച് നിർത്തുകയാണ്. മറ്റൊന്നുമല്ല, ഒരു ടോയ് ഷോപ്പിന്റെ ഫ്രണ്ടിലായിരുന്നു അത്. ലാൻ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്റർ എടുക്കുന്നുണ്ട്, ഒരു ടോയ് ഹെലികോപ്റ്റർ, റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് യുവമാരെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ചിപ്പെറ്റ്സും പിന്നെ അതുപോലെ തന്നെ ആൽവിനും ഈ ഒരു ഹെലികോപ്റ്ററിലേക്ക് ചാടി കയറുന്നുണ്ട്. എന്നിട്ട് ആ ഒരു റിമോട്ട് ഉണ്ടാവില്ലേ, ആ റിമോട്ട് നമ്മുടെ ലാൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതിന് ശേഷം അവർ ആ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയം ആൽവിൻ ഓടിച്ചിരുന്ന ആ ഒരു ബൈക്ക് ഉണ്ടല്ലോ, ആ ഒരു ബൈക്ക് നല്ല സ്പീഡിൽ വന്നിട്ട് നമ്മുടെ ലാൻ്റെ ചുക്കാമണിക്കിട്ട ഒരു ഇടി. നോക്ക് മക്കളെ, നോക്ക്, എല്ലാം പോയിട്ടുണ്ട്. അതോട് കൂടിയിട്ട് നമ്മുടെ ലാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതേ സമയം ഇവിടെ ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ ടോബി പെട്ടെന്ന് തന്നെ സ്റ്റേജിലോട്ട് കയറി വരുന്നുണ്ട്. അവർ ഇത്രയും പെട്ടെന്ന് വരുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. കാരണം ആൽവിനും ചിപ്പെറ്റ്സൊക്കെ ഇനി എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പക്ഷേ നമ്മുടെ ടോബി അവിടെ കയറിയിട്ട് അവൻ്റെ ക്രഷിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു കവിത പോലെ, ഒരു പാട്ട് പോലെ പാടുന്നുണ്ട്. ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു അരോചകമായിട്ടൊക്കെ തോന്നിയെങ്കിലും അതങ്ങോട്ട് വർക്കായി, എല്ലാവരും കൈയടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചിപ്പെറ്റ്സും ആൽവിനും കൂടി ആ ഒരു ഹെലികോപ്റ്റർ നല്ല കിഡിലൻ എൻട്രി നടത്തുന്നു. അതിനുശേഷം ഇവർ ചിപ്പെറ്റ്സും ചിക്മങ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് അപ്പം തന്നെ ഒരു പ്ലാനിങ്ങിലൂടെ ഒരു കിഡിലൻ പെർഫോമൻസ് അങ്ങോട്ട് കാഴ്ചവെക്കുകയാണ്. കിഡിലൻ പാട്ടും പിന്നെ പറയണ്ടല്ലോ, കാണികൾ നല്ല ത്രസിച്ചിരിക്കുന്ന രീതിയിൽ എല്ലാ ഒരു ദൃശ്യവിരുന്ന് പോലെ തന്നെ നടക്കുന്നുണ്ട്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ നമ്മുടെ ടോബിക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ക്രഷിനെ കിട്ടിയേക്കാണ്. അവരങ്ങനെ വീണ്ടും ഒന്നിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ആ ഒരു കോമ്പറ്റീഷനിൽ ഇവരുടെ സ്കൂളിൽ തന്നെ ആ ഒരു ക്യാഷ് കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൾ ആണെന്നുണ്ടെങ്കിൽ ഹാപ്പി, പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഹാപ്പി. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ
ഇവൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആര്, നമ്മുടെ വില്ലനായിട്ടുള്ള ലാന്. അവിടെയാണെന്നെങ്കിൽ ചിപ്പൻസും ഇല്ല ചിപ്മങ്സും ഇല്ല, പകരം ചിപ്മൻസിന്റെയും ചിപ്മങ്സിന്റെയും വേഷം കെട്ടി വന്നേക്കണത് ലാൻ തന്നെയാണ്. അവനെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ കാണികൾ കൂവി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റിക്കാർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഏറി പിച്ചക്കാരെന്ന് പറഞ്ഞിട്ട് അവനെയും തൂക്കിയെടുത്ത് പോകുന്നുണ്ട്. വളരെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഡേവും ആ ഒരു സമയത്ത് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ചിപ്പൻസ് ആണെന്നുണ്ടെങ്കിൽ ഡേവിനെ കണ്ടതിന്റെ സന്തോഷത്തിൽ തന്നെ അപ്പൊ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ചിപ്പൻസ് പാവാണ്, നമുക്ക് ചിപ്പൻസിനെയും കൂടി വീട്ടിലോട്ട് കൊണ്ടുകൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേവും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ചിപ്പൻസും ചിപ്മങ്സും ഒക്കെ ഡേവിന്റെ കൂടെ ഒരേ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ രാത്രി ആയപ്പോൾ നമ്മുടെ ഡേവ് അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരും കിടന്നോ, നാളെ നേരത്തെ സ്കൂളിൽ പോകണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. പക്ഷെ ആൽവിൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പുറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് വീണ്ടും ഓൺ ആക്കുന്നുണ്ട്. അങ്ങനെ ഓണാക്കിയും ഓഫാക്കിയും ഇവർ രണ്ടുപേരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡേവിന് ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടായിരുന്നു, ആ ഒരു സ്കേറ്റിംഗ് ബോർഡിൽ അവൻ അറിയാണ്ട് കാല് ചവിട്ടിയിട്ട് തെന്നി അടിച്ചാണ്ട് വീഴുന്നുണ്ട്. അതോടുകൂടി പിന്നെ പറയണ്ടല്ലോ, ആൽവിൻ എന്ന് പറഞ്ഞ് ഒടുക്കത്തൊരു വിളിയും വിളിക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു സിനിമ കണ്ട് അവസാനിക്കുകയാണ് ഗായ്സ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ ചിപ്മങ്സിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിപ്മങ്സിൻ്റെ തന്നെ അടുത്തൊരു പാട്ടായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സജഷൻസ്, ഏതൊക്കെ സിനിമകൾ ഇനി ചെയ്യണം, ഒരുവിധം നമ്മൾ ആനിമേഷൻ മൂവീസൊക്കെ എല്ലാം ചെയ്ത് തീർത്തെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഴയ വീഡിയോസിൻ്റെ ഓഡിയോസൊക്കെ വീണ്ടും റീ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ പുതിയ സിനിമകൾ, അതായത് ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്യാത്ത സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യമുള്ള കുറച്ച് സിനിമകളുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ഇനി ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.